അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 1 മാർക്കിന്, 2 മാർക്കിന്, 4 മാർക്കിന്, 6 മാർക്കിന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് നോക്കാം. എത്രയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഷീറ്റ്. അതായത് ഒരു പേപ്പർ ഇതാണ്. ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു പേജിനാണ് ഒരു പുറം എന്ന് പറയുക. ഈ ഒരു പേജിന് മാത്രം ഒരു പുറം, ഈ ഒരു പേജും കൂടി ചേർത്ത് 2 പുറമാണ്. അതായത് ഒരു പേപ്പറിന് 2 പുറം, ഒരു സൈഡിനെയാണ് ഒരു പുറം എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1 മാർക്കിൻ്റെ ചോദ്യം ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് എടുത്ത് എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 1-2 വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് 1 മാർക്കിൻ്റെ ചോദ്യം. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 1-2 വാക്കുകളിൽ എഴുതേണ്ടതാണ് 1 മാർക്കിൻ്റെ ചോദ്യം. ഓപ്ഷൻസിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. അതിൽ കൂടുതൽ വാരി വലിച്ച് എഴുതാൻ പാടില്ല. 1 മാർക്കിൻ്റെ ചോദ്യം ആ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 1-2 വാക്കുകളിൽ ഒതുക്കണം. ഇനി 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 1-2 സെൻറ്റൻസിൽ ഉത്തരം ഒതുക്കണം. 1-2 വാക്യങ്ങളിൽ ഉത്തരം ഒതുക്കണം. അതിൽ കൂടുതൽ എഴുതിയാലും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 2 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ വാരി വലിച്ച് എഴുതാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമായിരിക്കും, എങ്കിൽ കൂടിയും 2 മാർക്കിൻ്റെ ചോദ്യത്തിന് അത്ര മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മലയാളം എക്സാമിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സമയം കിട്ടിയില്ല എന്നുള്ളത്. അത് ഇതുകൊണ്ടാണ്. നമുക്കറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ വാരി വലിച്ചെഴുതും. എത്ര എഴുതിയാലും അത്രയും മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം എത്രയാണ് എഴുതേണ്ടത് ഉത്തരം? 1 സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു 2 സെൻറ്റൻസ് അത്രയും മതിയാവും. അതിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി 4 മാർക്കിൻ്റെ ചോദ്യം, എപ്പോഴും 4 മാർക്കിൻ്റെ ചോദ്യം വരിക ഒരു അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. അരപ്പുറം എന്ന് പറയുമ്പോൾ ഈ പേപ്പറിൻ്റെ ഈ ഭാഗം വരെയാണ്, ഒരു അരഭാഗം വരെയാണ് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അതുകൊണ്ടാണ് കവിയാതെ ഉത്തരം എഴുതണം എന്ന് പറയുന്നത്. അരപ്പുറത്തിനുള്ളിൽ ആ ഒരു ഉത്തരത്തെ നമുക്ക് എങ്ങനെ സംഗ്രഹിക്കാൻ പറ്റുന്നു, നമുക്ക് എങ്ങനെ അതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്ന നമ്മുടെ കഴിവിനെയാണ് അവിടെ ആ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആശയം അല്ലെങ്കിൽ ആ ചോദ്യം ഫുള്ളും അറിയാമായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഒരു അരപ്പുറത്തിനുള്ളിൽ ആശയത്തെ നമുക്ക് സംഗ്രഹിക്കാൻ പറ്റുന്നത് എന്നതാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് അരപ്പുറത്തിൽ കൂടുതൽ എഴുതാൻ ശ്രമിക്കരുത്. കൂടിപ്പോയാൽ ഈ ഭാഗം വരെ, ഒരു 1/4 ഭാഗം വരെ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള ആശയങ്ങൾ അതുണ്ടോ, നിങ്ങൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതാൻ ശ്രമിക്കുന്നുണ്ടോ, ആ ചോദ്യം അർത്ഥമാക്കിയത് എന്താണോ അതിൽ ആ ഉത്തരമുണ്ടോ, ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വലിച്ചു വാരി എഴുതി വെക്കുക. അരപ്പുറത്തിൽ എഴുതേണ്ടതിന് 1.5 പുറം എഴുതിയാലും നിങ്ങൾക്ക് ആ മാർക്ക് തന്നെ ലഭിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ആ എഴുതിയതിൽ പോയിൻ്റൊന്നും ഇല്ല എങ്കിൽ ഒട്ടും മാർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ആ ചോദ്യം എന്താണോ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അരപ്പുറം. ഈ ഒരു പേജ്, ഈ ഒരു സൈഡ് 2ആയിട്ട് മടക്കുന്നതിനെയാണ്, അതിലൊരു ഭാഗത്തെയാണ് അരപ്പുറം എന്ന് പറയുന്നത്. ഈ ഭാഗം വരെ മതിയാവും. ഇനി നിങ്ങൾക്ക് അതിൽ തികഞ്ഞില്ല എങ്കിൽ ഒരു 1/4 ഭാഗം വരെയും എഴുതാവുന്നതാണ്. ഇനി 6 മാർക്കിൻ്റെ ചോദ്യം എന്ന് നമ്മൾ പറയുന്നത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അതിൽ എപ്പോഴും ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു പുറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം, ഒരു സൈഡാണ് ഒരു പുറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുറത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുറത്തിൽ നിങ്ങളുടെ ആശയം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു 1.5 പുറമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആത്മസംതൃപ്തിക്ക് എഴുതാവുന്നതാണ്. ഈ എഴുതുന്ന കാര്യം ലോങ് എസ്സേ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആസ്വാദനമോ അല്ലെങ്കിൽ ഉപന്യാസം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരിക, അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ തീർച്ചയായും അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ആ ഒരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഒരു ആസ്വാദനത്തിന് വേണ്ട, ഒരു ഉപന്യാസത്തിന് വേണ്ട, ഒരു പ്രതികരണക്കുറിപ്പിന് വേണ്ട ഫോർമാറ്റ് മാതൃക നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ അക്ഷരത്തെറ്റില്ലാതെയും അതുപോലെ തന്നെ ചിഹ്നങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒന്നരപ്പുറം എഴുതാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പുറം എഴുതാൻ പറയുമ്പോൾ 2 പേജൊക്കെ എഴുതുന്നവരുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് 6 മാർക്കിൻ്റെ ചോദ്യം വരിക. ഒരു പുറത്തിൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 പുറം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചോദ്യത്തിന് അനുസരിച്ചാണോ നിങ്ങൾ ഉത്തരം എഴുതുന്നത് എന്നതാണ്. അപ്പോൾ ഈ ആസ്വാദനക്കുറിപ്പിൻ്റെ ആയിക്കൊള്ളട്ടെ, പ്രതികരണക്കുറിപ്പിൻ്റെ ആയിക്കൊള്ളട്ടെ, ഉപന്യാസത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ മാതൃകകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിന് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ട് തരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ കാര്യം ഓർത്ത് വെക്കുക. സമയം നിങ്ങൾക്ക് തികയാതെ വരുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം വലിച്ചു വാരി എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 2 മാർക്കിന് തന്നെ എഴുതുക. ഒരു പുറമൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 1 മാർക്കിൻ്റെ ചോദ്യത്തിന് അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എടുത്തെഴുതുക. അല്ലെങ്കിൽ 1-2 വാക്കുകളിൽ ഉത്തരം ഒതുക്കാൻ ശ്രമിക്കുക. 2 മാർക്കിന് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസ്, ഒരു വാക്യം അല്ലെങ്കിൽ 2 വാക്യത്തിനുള്ളിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ ഈ ഒരു സൈഡിൻ്റെ പകുതി, അരപ്പുറം എന്ന് പറയുമ്പോൾ ഈ ഒരു പേജിൻ്റെ പകുതി, ഈ ഒരു സൈഡിൻ്റെ പകുതിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ആശയത്തെ സംഗ്രഹിച്ച് അല്ലെങ്കിൽ ക്രോഡീകരിച്ച് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഇനി 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. ഇതാണ് ഒരു പുറം. അപ്പോൾ ഈ ഒരു പുറത്തിനുള്ളിൽ, ഈ ഒരു സൈഡിനുള്ളിൽ നിങ്ങളുടെ ആശയം എഴുതി തീർക്കാൻ ശ്രമിക്കുക. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ഒരു സൈഡ് എടുത്ത് എഴുതാൻ, അതും അതിൻ്റെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ അരഭാഗമൊക്കെ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് മലയാളം എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനിയെങ്കിലും വലിച്ചു വാരി എഴുതുക എന്നുള്ള പ്രവണത മാറ്റി വെക്കുക. കൃത്യമായിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഒരു പുറത്തിൽ കവിയരുത് എന്ന് പറയുമ്പോൾ ആ ഒരു പുറത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആശയം എഴുതി കൃത്യമായി അതിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോസൊക്കെ കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.